അംലൂസ് കിച്ചൺ. ബട്ടർസ്കോച്ച് ഐസ്ക്രീമാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. ഇത് ലോ ഫാറ്റ് ക്രീം ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അതിനു വേണ്ടിയിട്ട് ആദ്യം ഈ കോൺഫ്ലവറും പാലും കൂടെ ഒന്ന് കുറുക്കിയെടുക്കണം. ഞാൻ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ പാൽ കൂടി ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഒട്ടും കട്ടയില്ലാതെ ഒന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കണം. ഒട്ടും കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനി മാറ്റി വയ്ക്കാം. 1 കപ്പ് പാലെടുത്തിട്ടുണ്ട്. ഇത് 250 ml കപ്പിലാണ് ഞാൻ പാലെടുത്തിരിക്കുന്നത്. ഇതൊരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു 4-5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. ഇതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഐസ്ക്രീം നല്ല ക്രീമി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ കോൺഫ്ലവർ കുറുക്കിയിട്ട് ചേർക്കുന്നത്. ഇതിനി അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് കുറുക്കി എടുക്കണം. കോൺഫ്ലവർ മിക്സ് കൂടെ ചേർത്തിട്ട് പാല് ഞാൻ അടുപ്പത്ത് ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഈ പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റ് ആക്കിയിട്ട് എടുക്കണം. പാല് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കോൺഫ്ലവർ കലക്കി വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. കോൺഫ്ലവർ ചേർത്തിട്ട് നല്ലതുപോലെ തന്നെ വിസ്ക് ചെയ്ത് കൊടുക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കട്ട കിട്ടും. ഇത് തിക്കായി തുടങ്ങിയിട്ടുണ്ട്. നല്ല തിക്കായി വന്നിട്ടുണ്ട്. ഇതിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് തണുത്ത ശേഷം ഇതൊരു ബൗളിലേക്ക് മാറ്റാം. കോൺഫ്ലവർ മിക്സ് ഒക്കെ നല്ല തണുത്ത് വന്നിട്ടുണ്ട്. ഇത് ഞാൻ ഒരു ബൗളിലേക്ക് ഒഴിക്കുകയാണ്. ഇതിനി ഫ്രീസറിലേക്ക് ഒരു 30 മിനിറ്റ് വെച്ചിട്ട് നല്ല തണുപ്പിച്ചിട്ടെടുക്കാം. നല്ലതുപോലെ ഒന്ന് അടച്ചു കൊടുത്തിട്ട് ഫ്രീസറിലേക്ക് വെക്കാം. ആ നേരത്തെ ഇതിലേക്ക് പ്രലൈൻ ഉണ്ടാക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കണം. പഞ്ചസാര പെട്ടെന്ന് തന്നെ ഒന്ന് മെൽറ്റായി കിട്ടാൻ വേണ്ടി ഞാൻ 1 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ പഞ്ചസാരയൊക്കെ കാരമലൈസ് ആവാൻ തുടങ്ങിയിട്ടുണ്ട് സൈഡിൽ നിന്നൊക്കെ. ഇനി ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഈ ബട്ടർ ഒന്ന് മെൽറ്റാക്കി എടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ചെറുതായിട്ട് നുറുക്കിയത് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 1-2 മിനിറ്റ് ഇതിലിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇതായിട്ടുണ്ട്. ഇതിനെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. കുറച്ച് എണ്ണ തടവിയ ഒരു പ്ലേറ്റ് ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് ഇളക്കിയെടുക്കാൻ പറ്റും. ഒരു കപ്പ് ക്രീം എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ 250 ml കപ്പ് തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഇതിനി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഒരു ഹാൻഡ് വിസ്ക് ഉപയോഗിച്ചിട്ട് ബീറ്റ് ചെയ്തെടുത്താലും മതി. അപ്പോൾ കുറേ ടൈം എടുക്കും. ഞാൻ ഒരു ബീറ്ററാണ് ഉപയോഗിക്കുന്നത്. ഈ ബീറ്ററിന്റെ ബ്ലേഡും ബൗളും ഒക്കെ നല്ലപോലെ തണുപ്പിച്ചെടുത്താണ്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് പൗഡേർഡ് ഷുഗർ ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം സ്പീഡിലിട്ടിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഇനി വാനില എസൻസ് ചേർക്കുന്നുണ്ട്. ഇതിന് പകരം ബട്ടർസ്കോച്ചിന്റെ എസൻസ് ചേർത്താലും മതി. ഇപ്പൊ ക്രീം ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നേരത്തെ ഫ്രീസറിൽ വെച്ചിരുന്ന കോൺഫ്ലവറിന്റെ മിക്സ് പുറത്തെടുത്തിട്ടുണ്ട്. ഇതും ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇത് ക്രീം ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ക്രീമും ഈ കോൺഫ്ലവറിന്റെ മിക്സ് കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കണം. ലോ സ്പീഡിലിട്ടിട്ട് ഒന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കാം. ഇനി ഇതിലേക്ക് ബട്ടർസ്കോച്ചിന്റെ സോസ് ചേർത്ത് കൊടുക്കാം.
ഇതിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതാണ്. ഒരു 2 ടേബിൾ സ്പൂൺ ബട്ടർ സ്കോച്ചിൻ്റെ സോസ് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കാം. യെല്ലോ കളർ വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് യെല്ലോ കളറൊന്നും ചേർത്തിട്ടില്ല. ഇതിന് ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു കണ്ടെയ്നറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന പ്രലൈൻ ഞാൻ ഒന്ന് ചെറുതായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി നല്ലതുപോലെ ഒന്ന് അടച്ചിട്ട് ഫ്രീസറിൽ വെച്ച് ഒരു 8 മണിക്കൂറെങ്കിലും ഫ്രീസ് ചെയ്തിട്ട് എടുക്കണം. അപ്പം നല്ല സെറ്റായിട്ട് കിട്ടും ഐസ്ക്രീം. ഇപ്പം ഞാൻ 8 മണിക്കൂർ കഴിഞ്ഞിട്ട് പുറത്തെടുത്തിട്ടുണ്ട് ഐസ്ക്രീം. നല്ലതുപോലെ സെറ്റായി വന്നിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് മുമ്പ് ഇത് നമ്മൾ സ്കൂപ്പ് ചെയ്യുന്നതിന് 5 മിനിറ്റ് മുമ്പ് എടുത്ത് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ നല്ലതുപോലെ തന്നെ സ്കൂപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ഐസ്ക്രീം ഞാൻ സ്കൂപ്പ് ചെയ്ത് ഒരു ഗ്ലാസ്സിലേക്ക് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ പ്രലൈൻ പൊടിച്ച് വെച്ചിരുന്നത് ബാക്കിയിരിക്കുന്നത് കുറച്ച് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് ബട്ടർ സ്കോച്ചിൻ്റെ സോസ് ഇതിൻ്റെ മുകളിലായിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടുന്ന ബട്ടർ സ്കോച്ച് ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട്. ഇത് ലോ ഫാറ്റ് ഐസ്ക്രീമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കണം. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. ഹംലൂസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്